Hello friends, welcome to Law Students Corner. തിങ്കളാഴ്ച നടത്തിയ 5-year LLB എൻട്രൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടു. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. ഈ വീഡിയോയിൽ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് 100 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോ ഒരുപാട് ലെന്ത് ആവും. അത് പിന്നെ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് സമയമൊക്കെ എടുക്കും. അതുകൊണ്ടാണ് ഞാനിത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയത്. ആദ്യത്തെ 100 ക്വസ്റ്റ്യൻസ് ഇതിനകത്തും അടുത്തൊരു വീഡിയോയിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നിട്ട് ഇതിനകത്ത് കറക്റ്റ് ആൻസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് കറക്റ്റ് ആൻസേഴ്സ് ഏതൊക്കെ നിങ്ങൾ അറിയാമല്ലോ എക്സാമിന് ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ എഴുതിയിട്ടുള്ളതെന്ന്. അത് കൗണ്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഞാൻ ഇവിടെ ഒരു സാമ്പിൾ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ 70 ക്വസ്റ്റ്യൻസ് ആണ് കറക്റ്റായിട്ട് ചെയ്തതെങ്കിൽ കറക്റ്റ് ആൻസർ എന്ന് എഴുതിയിട്ട് 70, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സ് ആണ് വെയിറ്റേജ്. നിങ്ങൾ അത് 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് എത്രയാണെന്നുള്ളത് എഴുതുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള എത്ര തെറ്റ് മാർക്ക് എഴുതിയിട്ടുണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയെന്നേ ഉള്ളൂ. 10 ക്വസ്റ്റ്യൻസ് റോങ് ആൻസേഴ്സ് ആയിപ്പോയി. അതിൻ്റെത് 1 മാർക്ക്. ഓരോ റോങ് ആൻസേഴ്സിനും 1 മാർക്കാണ് ലൂസ് ആവുന്നത്. അപ്പം 10 ക്വസ്റ്റ്യൻസ് ആണ് തെറ്റിയെങ്കിൽ 10 × 1 ചെയ്തിട്ട് അത് ഇവിടെ എഴുതുക. എന്നിട്ട് ടോട്ടൽ നിങ്ങളുടെ കിട്ടിയ ഈ കറക്റ്റ് ആൻസറിന് കിട്ടിയ സ്കോറില്ലേ അത് മൈനസ് ഈ റോങ് ആൻസറിന് കിട്ടിയ സ്കോറും കൂടെ സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതുക. ഇതാണ് നിങ്ങളുടെ ടോട്ടൽ സ്കോർ. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്കിനി ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അതിന് മുമ്പേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനകത്ത് വന്നതുപോലെ ഈ പ്രാവശ്യവും കുറേ അധികം ലോ സബ്ജക്ട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. IPC നിന്നുണ്ടായിരുന്നു, കോൺട്രാക്റ്റിൽ നിന്നുണ്ടായിരുന്നു, ജൂറിസ്പ്രുഡൻസിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് LLB ഫസ്റ്റ് സെമിസ്റ്ററിലെ സബ്ജക്റ്റിനകത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ സ്കൂളിൽ ഇതൊന്നും ലോ ഒന്നും പഠിക്കുന്നില്ല, ലോ സബ്ജക്ട്സ് ഒന്നും പഠിക്കുന്നില്ല. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പ്രയാസമായിരിക്കും. വളരെ കുറച്ച് ആൾക്കാരെ അത് എഴുതി കാണാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഞാനും കഴിഞ്ഞ വർഷത്തെ എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്കും ഈ അന്നും ലോ സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ആൻസർ ചെയ്തിട്ടില്ല. ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. അറിയാത്ത സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ ലോ സബ്ജക്റ്റിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എഴുതാൻ സാധിച്ചില്ല എന്ന് ഓർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ട. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എത്ര മാർക്ക് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് ഇപ്പം നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. Question 1. Choose the word nearest to the word given in capitals. Immerse. Option A, engage. Option B, entangle. Option C, spoil. Option D, spread. Correct answer is option B, entangle. ഇമ്മേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നതിനാണ് ഇമ്മേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കറക്റ്റ് മീനിങ് ആയിട്ട് സിമിലറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, എൻറ്റാങ്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി വേർഡ് നിയറസ്റ്റ് ടു ദി വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ്. Monocracy. Options are option A, autocracy. Option B, democracy. Option C, monopoly. Option D, single wife. മോണോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ രാജാവ് ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു സിംഗിൾ ഗവൺമെൻറ് ഭരിക്കുന്നതിനെയാണ് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് മീനിങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓട്ടോക്രസി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി വേർഡ് നിയറസ്റ്റ് ടു ദി വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ്. ഒബീസ്. Options are option A, follow. Option B, celebrate. Option C, oppose. Option D, fleshy. ഒബീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ണമുള്ള അല്ലെങ്കിൽ എഡ്ജസ് ആയിട്ടുള്ളത്, ഫ്ലഷി ആയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് മീനിങ് വരുന്നത് ഓപ്ഷൻ ഡി, ഫ്ലഷി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി വേർഡ് നിയറസ്റ്റ് ടു ദി വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ്. Paternal. Options are option A, motherly. Option B, fatherly. Option C, parents. Option D, design. Paternal എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സൈഡിൽ ഉള്ളതിനെയാണ് പെറ്റേണൽ എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് മീനിങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഫാദർലി.
അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദി വേർഡ് നിയറസ്റ്റ് ടു ദി വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ്. കാക്കാസ്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ കെയർലെസ്, ഓപ്ഷൻ ബി സ്റ്റെപ്സ്, ഓപ്ഷൻ സി ഡെഡ് ബോഡി, ഓപ്ഷൻ ഡി വെഹിക്കിൾ. കറക്റ്റ് ആൻസർ ഈസ് ഡെഡ് ബോഡി. കാക്കാസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് പ്രപ്പോസിഷൻസ് ഇൻ ക്വസ്റ്റ്യൻ. ഡാഷ് us the ashes of our ancestors are sacred. Option A for, option B to, option C by, option D with. Correct answer is option B to. To us the ashes of our ancestors are sacred. At the question find out the correct preposition in question. This sculpture dash Michelangelo is called David. Option A of, option B of, option C by, option D beside. Correct answer is option C by. This sculpture by Michelangelo is called David. At the question find out the correct prepositions in question. I have often put away my woolens dash the middle of the month and kept out my summer clothes. Option A by, option B in, option C of, option D with. Correct answer is option A by. I have often put away my woolens by the middle of the month and taken out my summer clothes. At the question find out the correct prepositions in question. The old man rose dash the great effort and took the bowl. Option A in, option B with, option C cup, option D out. Correct answer is option B with. The old man rose with great effort and took the bowl. At the question find out the correct prepositions in question. There was a small bridge dash the river. Option A among, option B across, option C over, option D along. Correct answer is option B across. There was a small bridge across the river. At the question choose the nearest one word from among the alternatives given below. A person who lives in a foreign country. Option A alien, option B enemy, option C fatalist, option D fatigue. Correct answer is option A alien. At the question choose the nearest one word from among the alternatives given below. One who pretends to what he is not. Option A actor, option B hedonist, option C hero, option D hypocrite. Correct answer is option D hypocrite. One word for a person who breaks into a house. Option A robber, option B thief, option C burglar, option D snatcher. Correct answer is option C burglar. Next question one word for a person who had long experience. Option A principal, option B arbitrator, option C veteran, option D oculist. Correct answer is option C veteran. One word for one who eats human flesh. Option A cannibal, option B carnivores, option C parasite, option D martyr. Correct answer is option A cannibal. Next question fill up the sentences with the most appropriate words from the four choices given below. The Hunger Free Kerala program will dash that no one goes hungry in the state. Correct options are option A engage, option B ensure, option C emerge, option D enlist. Correct answer is option B ensure. Next question a 40-year-old man was arrested by the police for dash attempt to molest a woman. Options are A alleged, option B strong, option C cruel, option D ugly. Correct answer is option A alleged. Next question besides dash instruction the minister ordered measures to ensure availability of water. Option A ordered, option B supplying, option C issuing, option D granting. Correct answer is option C issuing. Next question the High Court dash the government to enforce the helmet rule. Option A directed, option B ordered, option C issued, option D sentenced. Correct answer is option A directed. Next question the police dash as many as 13,442 motorists for riding two-wheelers without helmet. Options are option A seized, option B penalized, option C permitted, option D persuaded.
Correct answer option B, penalized. Question 21. Find out the word which is nearest to the opposite in meaning to the keyword given in capitals. Inimical. Options are option A, large, option B, minimum, option C, supportive, option D, enmity. Correct answer, the opposite of inimical is supportive. Next question, opposite of liberty. Option A, fraternity, option B, slavery, option C, puberty, option D, integrity. Correct answer is option B, slavery. Opposite of liberty is slavery. Question number 23. Opposite of fragile. Option A, strong, option B, weak, option C, beautiful, option D, ugly. Correct answer is option A, strong. Next question. Opposite of tedious. Option A, bold, option B, relaxed, option C, timid, option D, strong. Correct answer is option B, relaxed. Opposite of succumb. Option A, swallow, option B, resist, option C, occupy, option D, restrict. Correct answer is option B, resist. Next question. Question number 26. Identify the meaning of the idiom or phrase from the choices given below. Lend an ear to. Option A, cut off an ear. Option B, ear donation is good. Option C, to listen patiently. Option D, to become deaf. Correct answer is option C, to listen patiently. Next question. Meaning of the idiom or phrase. In high spirit. Option A, very happy. Option B, successful life. Option C, become frantic. Option D, go up and up. Correct answer is option A, very happy. Next question. Meaning of the idiom or phrase. Swan song. Option A, beautiful song. Option B, last performance. Option C, beginning. Option D, traditional art. Correct answer is option B, last performance. Next question, meaning of the idiom or phrase. Wet blanket means option A useless fellow. Option B, a useless bedsheet. Option C, comfortable dress. Option D, well planned. Correct answer is option A useless fellow. Question number 30. Meaning of the idiom or phrase. Add fuel to fire. Option A, cook well. Option B, to worsen a situation. Option C, to light up the surrounding. Option D, cut down expenditure. Correct answer is option B, to worsen a situation. Question number 31. In the set, a word is spelled in 4 different ways. Choose the word correctly spelled. Irreparable. Correct answer is option A, IRREPARABLE. Question number 32. Leukemia. Correct spelling is LEUKAEMIA. Option C is the correct answer. Question number 33. Metallurgy. Correct spelling is METALLURGY. Correct spelling is option B. Question number 34. Nuisance. Correct spelling is NUISANCE. Option D is the correct answer. Question number 35. Opaque. Correct spelling is OPAQUE. Option A is the correct answer. Question number 36. Find out the incorrectly spelled word. Option A, abandon. Option B, abdicate. Option C, abide. Option D, abject. Here the incorrectly spelled word is option C, abide. Correct spelling is ABIDE. Next question. Find out the incorrectly spelled word. Option A, debang. Option B, debug. Option C, debar. Option D, debacle. Here the incorrectly spelled word is option C, debacle. Correct spelling is DEBACLE. Next question. Option A, convocation. Option B, convenience. Option C, convoy. Option C, D, convey. Here the incorrectly spelled word is convocation. Option A, convocation. And the correct spelling is CONVOCATION. Next question. Option A, descend. Option B, disrupt. Option C, dissident. Option D, disseminate. Here the incorrectly spelled word is option C, dissident. Correct spelling is DISSIDENT. Next question.
Question number 40. Option A, escalate. Option B, escalator. Option C, escape. Option D, escapade. Here the incorrectly spelled word is option B, escalator. The correct spelling is escalator. Question number 41. In this question, sentences are divided into 4 parts. Choose the incorrect part. Option A, a water quality analysis of a sample. Option B, collected from near the boat club. Option C, find that the water. Option D, was highly polluted. Here the incorrect part is option C, find that the water. Question number 42. In this question, sentences are divided into 4 parts. Choose the incorrect part. Option A, when I reached. Option B, the Central Railway Station. Option C, the Intercity Express to Thrissur. Option D, will have be left. The incorrect part is option D, will have be left. Question number 43. Option A, conflicts involved. Option B, wild animals in and around. Option C, reserve forest, wildlife sanctuaries. Option D, and national parks are in the rise. Here the incorrect part is option A, conflicts involved. Question number 44. Option A, when I played hide and seek. Option B, with Uncle Sam's children. Option C, Granny will always give. Option D, give my most secret hiding place. Here the incorrect part is option C, Granny will always give. Question number 45. Options are option A, what made the woman. Option B, in the picture. Option C, even more recognizable. Option D, to me is her beautiful smile. The incorrect part is option D, to me is her beautiful smile. Question number 46. Below the sentence 4 choices are given. Choose the one that can substitute the word or group of words in the sentence. If no correction is needed, choose D. Question is, the event came off at the presence of many celebrities. Option A, took up. Option B, took place. Option C, took out. Option D, no error. The correct answer is option B, took place. Question number 47. The government has decided to abolish the age-long practice of dowry. Option A, carried off. Option B, called in. Option C, do away with. Option D, no error. The correct answer is option C, do away with. Question number 48. The school management will examine the complaints. Option A, look into. Option B, take up. Option C, look on. Option D, no error. The correct answer is option A, look into. Question number 49. It was such an amazing offer that nobody could reject. Option A, turn off. Option B, turn down. Option C, turn over. Option D, no error. The correct answer is option B, turn down. Question number 50. The angry mob immediately demolished the wall that stood on the way. Option A, pulled back. Option B, turned down. Option C, turn over. Option D, no error. Here the correct answer is option C, turn over. Question number 51. Pick out the most appropriate word from the choices to fill in the blanks to make the sentence complete. Egyptians had a process of dash the dead body known as mummification. Option A, promoting. Option B, performing. Option C, preserving. Option D, protecting. Correct answer is option C, preserving. Question number 52. The law dash free and compulsory education to all children aged 6 to 14 years. Option A, matters. Option B, mandates. Option C, insists. Option D, maintains. Correct answer is option B, mandates. Question number 53. The man turned to his chair and as he did so, I caught a dash of his face in the mirror. Option A, glimpse. Option B, glamour. Option C, glitter. Option D, gesture. Correct answer is option A, glimpse. Question number 54. The woman had bands on the same plain blue stuff dashed like kerchiefs about their heads. Option A, coiled. Option B, coined. Option C, wrapped. Option D, wretched. Correct answer is option C, wrapped. Question number 55.
Her goal in life is to spread her life's dash ability beyond disability to all in need of support and courage. Option A, destiny. Option B, aim. Option C, target. Option D, motto. Here the correct answer is option D, motto. Questions 56 to 60 are passage reading questions. ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് പാരഗ്രാഫ് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കുറേ പോർഷൻസ് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 56 കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 57 കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. 58 കറക്റ്റ് answer is option A. 59 correct answer is option B, and 60 correct answer is option C. Question 61. So is to bore as option A, pony is to donkey. Option B, geese is to duck. Option C, deer is to buck. Option D, mare is to horse. Correct answer is option D, mare is to horse. ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് ഫീമെയിൽ തന്നിട്ട് മെയിലുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷനകത്ത് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഓപ്ഷൻ ഡിയിനകത്ത് മെയർ ഈസ് ടു ഹോസ്. ക്വസ്റ്റ്യൻ 62. സ്പ്ലിൻറ്റർ ഈസ് ടു വുഡ് ഈസ് ആസ് ഓപ്ഷൻ എ, ഇഞ്ച് ഈസ് ടു യൂണിറ്റ്. ഓപ്ഷൻ ബി, വാട്ടർ ഈസ് ടു വെസൽ. ഓപ്ഷൻ സി, ക്രംബ് ഈസ് ടു ബ്രെഡ്. ഓപ്ഷൻ ഡി, പൗഡർ ഈസ് ടു ഫേസ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ക്രംബ് ഈസ് ടു ബ്രെഡ്. ഇവിടെ വുഡിൻ്റെ ഒരു പീസാണ് സ്പ്ലിൻറ്റർ. വുഡ് ഒരു വലിയൊരു സ്ലാബാണ്. അതിൻ്റെ ഒരു പല പല പോർഷൻസ് ആയിട്ട് സ്പ്ലിൻറ്റർ എടുക്കാം. അങ്ങനെ ഓപ്ഷനിൽ ഏത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ബ്രെഡിനെ പൊടിച്ചിട്ട് അതിൻ്റെ ക്രംസ് ആയിട്ട് ആക്കാൻ പറ്റുമോ? സോ കറക്റ്റ് ആൻസേഴ്സ് ആണ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 63. ഗാംഗ്ടോക്ക് ഈസ് ടു സിക്കിം ആസ് ദിസ്പൂർ ഈസ് ടു ഓപ്ഷൻ എ, മേഘാലയ. ഓപ്ഷൻ ബി, നാഗാലാൻഡ്. ഓപ്ഷൻ സി, അസം. ഓപ്ഷൻ ഡി, ഒഡീഷ. ഇവിടെ ക്വസ്റ്റ്യനകത്ത് ഒരു ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റേറ്റും തന്നിട്ടുണ്ട്. സോ സ്റ്റേറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ക്യാപിറ്റൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അസം. ദിസ്പൂർ ഈസ് എ ക്യാപിറ്റൽ ഓഫ് അസം. ക്വസ്റ്റ്യൻ നമ്പർ 64. സെൻറ്റൻസ് ഈസ് ടു വേർഡ്സ്. ഓപ്ഷൻ എ, മാനുസ്ക്രിപ്റ്റ് ഈസ് ടു എഡിറ്റർ. ഓപ്ഷൻ ബി, പാരഗ്രാഫ് ഈസ് ടു പഞ്ച്വേഷൻ. ഓപ്ഷൻ സി, കൊളാജ് ഈസ് ടു പേപ്പർ സ്ട്രിപ്സ്. ഓപ്ഷൻ ഡി, നോവൽ ഈസ് ടു ഇൻഡെക്സ്. ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് കൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഓപ്ഷൻ സിയിൽ പേപ്പർ സ്ട്രിപ്സ് വെച്ചിട്ട് കൊളാഷ് ഉണ്ടാക്കാൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 65. കൂപ്പ് ഈസ് ടു ഹെൻ ആസ് സ്റ്റേ ഈസ് ടു ഡാഷ്. ഓപ്ഷൻ എ, ഹോസ്. ഓപ്ഷൻ ബി, ബേർഡ്. ഓപ്ഷൻ സി, പിഗ്. ഓപ്ഷൻ ഡി, ബഹ്ലോ. ഇവിടെ ഒരു മൃഗത്തിൻ്റെ കേജ് ഏതാണെന്നുള്ളത് തരും. ഏത് മൃഗമാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഹിയർ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, പിഗ്. പിഗിൻ്റെ കേജാണ് സ്റ്റേ. ക്വസ്റ്റ്യൻ നമ്പർ 66. An article is sold at a loss of 5%. If it is sold at ₹72 more, then there will be a profit of 4%. What is the price of the article? Option A, ₹700. Option B, ₹500. Option C, ₹600. Option D, ₹800. ഈ പ്രോബ്ലം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ നോക്കുക. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ₹800. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 67. A dealer marked his goods 20% above the cost price and allows a discount of 10%. Then the gain percentage is option A, 6%. Option B, 8%. Option C, 4%. Option D, 2%. The problem workout ചെയ്തിട്ടുണ്ട്. Correct answer is option B, 8%. Question number 68. The average of 4 numbers is 20. If 3 numbers are 15, 18 and 19, the fourth is option A, 21. Option B, 23. Option C, 25. Option D, 28. Problem workout ചെയ്യുമ്പോൾ correct answer 28 കിട്ടും. Option D, 28 is the answer. Question number 69. Plaintiff is to defendant.
Option A, court is to law. Option B, victim is to accused. Option C, judge is to jury. Option D, husband is to wife. പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ വാദിയും പ്രതിയും ഉണ്ട്. അതുപോലൊരു റിലേഷൻഷിപ്പ് ഓപ്ഷനിൽ ഏതാ വരുന്നതെന്ന് നോക്കുക. ഓപ്ഷൻ ബിയിൽ വിക്ടിം ഈസ് ടു അക്യൂസ്ഡ് വരുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 70. ദി നമ്പർ മിസ്സിംഗ് ഇൻ ദ സീരീസ് ഈസ് 2, 5, 10, 17, dash, 37, 50, 65. Option A 27, option B 22, option C 26, option D 24. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് ഓരോ നമ്പറും ഓഡ് നമ്പേഴ്സ് വെച്ചിട്ട് ആഡ് ചെയ്ത് പോവുക. 2ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 10ൻ്റെ കൂടെ 7 ആഡ് ചെയ്യുമ്പോൾ 17 കിട്ടും. അങ്ങനെ ഇത് കണ്ടുപിടിക്കണം. കറക്റ്റ് ആൻസർ കിട്ടുന്നത് 26 ആണ്. സോ ഓപ്ഷൻ സി 26 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 71. An accurate clock shows 8 o'clock in the morning. Through how many degrees will the hour rotate when the clock shows 2 o'clock in the afternoon? Option A 180 degree, option B 144 degree, option C 150 degree, option D 168 degree. ഇവിടെ പ്രോബ്ലം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 8 AM തൊട്ട് 2 PM വരെ അവർ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡിഗ്രി എത്ര എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 180 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി സ്ക്വയർ റൂട്ട് ഓഫ് 64,009 ഈസ് ഡാഷ്. ഓപ്ഷൻ എ 253, ഓപ്ഷൻ ബി 347, ഓപ്ഷൻ സി 363, ഓപ്ഷൻ ഡി 803. പ്രോബ്ലം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. കറക്റ്റ് ആൻസർ ഈസ് 253. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 73. In which of the following clusters all the words mean ignoring the existence of God? Option A pantheism, agnosticism, secularism. Option B atheism, agnosticism, secularism. Option C deism, secularism, agnosticism. Option D atheism, deism, secularism. Correct answer is option B. Next question. If ocean are deserts, then waves are? Option A sand dunes, option B ripples, option C powerful, option D water. Correct answer is option A sand dunes. Question number 75. Dolphin is to mammal as? Option A maple is to tree, option B coat is to tie, option C flower is to leaf, option D ant is to hill. Correct answer is option A maple is to tree. Question number 76. Courting is to romance, is to arguing, is to dash. Option A judiciary, option B adjudication, option C litigation, option D arbitration. Correct answer is option C litigation. Question number 77. Outer space is to satellite, is to air, is to? Option A television, option B telecommunication, option C aircraft, option D cable. Correct answer is option C aircraft. Question number 78. Coding and decoding 7 is to 42 is to 6 is to dash. Option A 36, option B 43, option C 52, option D 24. ഇത് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സൊല്യൂഷൻ നോക്കുക. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 36. ക്വസ്റ്റ്യൻ നമ്പർ 79. GH18, IJ22, KL26. നെക്സ്റ്റ് ടേം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ MN27, ഓപ്ഷൻ ബി MN32, ഓപ്ഷൻ സി MN30, ഓപ്ഷൻ ഡി MN40. സൊല്യൂഷൻ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി MN30. ക്വസ്റ്റ്യൻ നമ്പർ 80. Fill in the missing number 6, 13, dash, 55. Option A 24, option B 27, option C 25, option D 23. Solution നോക്കുക. Correct answer is option B 27. Question number 81. CGKO. Next term, you need to find the next term. Find out the missing alphabet. Option A T, option B S, option C U, option D W. കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ മിസ്സിംഗ് ലെറ്റർ
എസ് ആണെന്ന് കാണും. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻ എ റിവർ, ഓപ്ഷൻ ബി പോണ്ട്, ഓപ്ഷൻ സി ലേക്ക്, ഓപ്ഷൻ ഡി ഓഷ്യൻ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓഷ്യൻ. Question number 83. Find the odd one out. Option A cheetah, option B tiger, option C leopard, option D hyena. Correct answer is option D hyena. Question number 84. Find the one which is different from the rest. Option A right to equality, option B freedom of speech, option C right to die, option D freedom of religion. Correct answer is option C right to die. ബാക്കിയെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു ഡൈ ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 85. ഇഫ് ബനാന ഈസ് മാംഗോ, മാംഗോ ഈസ് ആപ്പിൾ, ആപ്പിൾ ഈസ് ഗ്രേപ്സ്, ഗ്രേപ്സ് ഈസ് ഗുവാവ, ഗുവാവ ഈസ് നട്ട്സ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആപ്പിൾ? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മാംഗോ. ഇത് ക്വസ്റ്റ്യനകത്തുനിന്ന് തന്നെ ആൻസർ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 86. The Constitution of India was adopted on. Option A 26 November 1948, option B 26 November 1949, option C 26 January 1950, option D 26 January 1949. Correct answer is option B 26th January 1949. Question number 87. How many times did the proclamation of emergency been enforced in India? Option A 2 times, option B 3 times, option C 4 times, option D 5 times. Correct answer is option B 3 times. Question number 88. How many schedules are there in the Constitution of India? Option A 10, option B 9, option C 8, option D 12. Correct answer is option D 12. Question number 89. A writ which is in the form of a command is option A quo warranto, option B mandamus, option C prohibition, option D certiorari. Correct answer is option B mandamus. മാൻഡമസ് റിട്ട് എന്ന് പറഞ്ഞാൽ കോടതി ഇഷ്യൂ ചെയ്യുന്ന ഒരു റിട്ടാണ്. അതായത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സേവൻ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താഴെയുള്ള കോടതി അവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഡ്യൂട്ടി പെർഫോം ചെയ്യുക എന്നൊരു ഡയറക്ഷൻ, ഒരു ഓർഡർ കൊടുക്കുകയാണ് ഈ മാൻഡമസ് റിട്ടിനകത്ത്. ഓക്കെ, അതാണ് ഒരു കമാൻഡ് ഫോമിലുള്ളത്. Question number 90. What is Article 21A of the Constitution of India? Option A right against exploitation, option B right to life, option C right to education, option D freedom of religion. Correct answer is option C right to education. Question number 91. Uniform Civil Code is a dash. Option A fundamental right, option B directive principles of state policy, option C fundamental duties, option D none of these. Correct answer is option B directive principles of state policy. Question number 92. The maxim actus non facitrium nisi mensitria means. Option A an act only constitute a crime, option B there can be no offense without a guilty mind, option C crime is the result of a guilty mind, option D intention is relevant in crime. Correct answer is option B there can be no offense without a guilty mind. Question number 93. Good faith in Indian Penal Code means. Option A an actual belief that the act is lawful, option B an act done honestly, option C an act done with due care and attention, option D a bona fide act. Correct answer is option C an act done with due care and attention. Question number 94. Section 25 of Indian Penal Code is dash. Option A dishonestly, option B fraudulently, option C voluntarily, option D negligently. Correct answer is option B fraudulently. Question number 95. An unlawful assembly consists of option A 2 or more persons, option B 1 or more person, option C 5 or more person, option D more than 5 persons. Correct answer is option C 5 or more persons. Question number 96. Common intention is explained in which section of Indian Penal Code? Option A section 39, option B section 34, option C section 30, option D section 33.
Correct answer is option B, section 34. Question number 97. A. Having sufficient food does not provide some food to a beggar who dies in hunger. A is guilty of option A, no offense, option B, attempt to murder, option C, culpable homicide, option D, causing death by rash or negligent act. Correct answer is option A, no offense. Question number 98. The definition of contract is given under option A, section 2A of the Indian Contract Act 1872, option B, section 2B of the Indian Contract Act 1872, option C, section 2D of the Indian Contract Act 1872, option D, section 2H of the Indian Contract Act 1872. Correct answer is option D, section 2H of the Indian Contract Act 1872. Question number 99. A contract is an option A, agreement between parties, option B, agreement enforceable by law, option C, agreement by competent parties, option D, agreement by two or more persons. Correct answer is option B, agreement enforceable by law. ഇതാണ് സെക്ഷൻ 2H പറയുന്നത്. സെക്ഷൻ 2H ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്റ്റിനകത്ത് പറയുന്നതാണ് എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. Question number 100. An agreement not enforceable by law is called option A, voidable contract, option B, void contract, option C, illegal contract, option D, unlawful contract. Correct answer is option B, void contract. Please give me a thumbs up if you like this video. Subscribe my channel and also press the bell icon to receive notification of new videos. Thank you for watching.